guys, what's up? It's me Catchy camera. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ 3 പൊള്ളി പ്രീസെറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ, മൂന്ന് വെറൈറ്റി പ്രീസെറ്റ് ആണ്. അപ്പോൾ 3 ഡാർക്ക് പ്രീസെറ്റ് ആണ്, ഒരു മൂഡി ബ്ലാക്ക് പ്രീസെറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള പിക്ചേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രീസെറ്റ് എന്നിട്ട് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഫസ്റ്റത്തെ പ്രീസെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഫോക്സിൻ്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട്. അതാണ് മോസ്റ്റ് റിക്വസ്റ്റഡ് പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രീസെറ്റ്. അപ്പോൾ നമുക്ക് ആ പ്രീസെറ്റിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൈറ്റ് റൂം സെറ്റിങ്സും കൂടി നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വോയിസ് ഇടുന്നില്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എഡിറ്റ് ചെയ്യാം ആസ് യു വിഷ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ പ്രീസെറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് പാസ്വേഡും പൈസയും അങ്ങനെയൊന്നുമില്ല, ഫ്രീ ആയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ പ്രീസെറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ തന്നെ കഴിഞ്ഞ് പോയതാണ് നമ്മുടെ ലൈറ്റ് റൂമിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഫസ്റ്റത്തെ പ്രീസെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പ്രീസെറ്റിൻ്റെ ലിങ്ക് എടുക്കണ്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോമിക്ക് ഇത് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരിയും കൂടി ഇത്ര ഡാർക്ക്, നിങ്ങൾക്ക് ഇത്തിരി കൂടി ഡാർക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ ലൂമിനൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇതുപോലെ തന്നെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആയിക്കോളും. ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാം. അപ്പോൾ ഞാനെടുത്ത ഫോട്ടോസ് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ നിങ്ങളെടുത്ത ഫോട്ടോസ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസൊക്കെ എവിടെ നിന്നാണ് എടുക്കണതെന്ന് വെച്ചാൽ, നമ്മുടെ Pixaby എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിന് ഒഫീഷ്യൽ മറ്റേ പേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താലും മതി. ഹൈ ക്വാളിറ്റി HD അങ്ങനെയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പ്രീസെറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ പ്രീസെറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ്റിൻ്റെ പ്രീസെറ്റാണ്. അതായത് ഒരു കാറ്റിൻ്റെ ഡാർക്ക് കാറ്റ്. നിങ്ങൾ ഭൂരിഭാഗം പേര് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മളിത് വെറുതെ ജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ പ്രീസെറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ടാവും, കയറി ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് നേരെ ആ പ്രീസെറ്റിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടിട്ട് അതിൻ്റെ ലൈറ്റ് റൂം സെറ്റിങ്ങിലേക്ക് കടക്കാം. Purchase your tracks today. അപ്പോൾ ഗൈസ്, നമ്മുടെ ലൈറ്റ് റൂമിലത്തെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പോരസൈമ കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞ പോലെ നമുക്കിനി നമ്മളെ കണ്ണുമൊരു ഇത്തിരി ഗ്ലോ കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ നമ്മൾ പിക്സാർട്ടിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കളർ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടിട്ട്, ബ്ലാക്ക് ആയിരിക്കും ഫസ്റ്റ് കിടക്കുന്നുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഓറഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് കളർ ഇത്തിരി നിങ്ങൾക്ക് ഡാർക്ക്നെസ് ഒക്കെ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂട്ടാം കുറയ്ക്കാം, എനിവേ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ഉണ്ടാവും, ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന് മുമ്പ് നമ്മുടെ ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഹാർഡ്നെസ് ഒരു 65 ആ ഒരു റേഞ്ചിൽ കിടന്നോട്ടെ, 100ൽ കിടക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈസും ഓപ്പോസിറ്റി ഒന്നും ചെയ്യണ്ട, സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കണ്ണുമ മാത്രം ആ ഒരു കളറ് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ രണ്ട് കണ്ണുമേയും അടിച്ചിട്ടുണ്ട്. നമ്മുടെ പൂച്ചേൻ്റെ രണ്ട് കണ്ണുമേ അടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അവിടെ ലെയേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണും ഏറ്റവും ടോപ്പിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നൂറ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഫസ്റ്റത്തെ നമ്മുടെ ലെയർ തന്നെ സെലക്ട് ചെയ്ത് എടുക്കണമെന്ന് നോക്കുക. അത് കഴിഞ്ഞാൽ നൂറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ഓവർലേ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ണ് ഇതുപോലെ നല്ലോണം ചുവന്ന് തൊടിച്ച് ഒരുമാതിരി ഡാർക്ക് ആയിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് അത്രയും ചുവപ്പ് വേണ്ടെങ്കിൽ നല്ല ഒരു ഡാർക്ക്നെസ് വേണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി ഒരു 60 to 70 റേഞ്ചിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഒപ്പാസിറ്റി കുറയ്ക്കുക ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ പിക്ക്. നമുക്ക് ഇനി നമ്മുടെ ഫൈനൽ പിക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പിക്ക് നമ്മുടെ സേവ് ചെയ്യുക. ഇവിടെ ടിക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ പ്രീസെറ്റിലേക്ക് കിടക്കാം. നമ്മുടെ തേർഡ് പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ ഒരു പ്രീസെറ്റാണ്. അപ്പോൾ ആ പ്രീസെറ്റ് എല്ലാ പ്രീസെറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ലൈറ്റ്റൂമിൻ്റെ സെറ്റിങ്സിലേക്ക് കിടക്കാം. Purchase your tracks today. അപ്പോൾ ഗൈസ് നമ്മുടെ ലാസ്റ്റത്തെ പ്രീസെറ്റും കൂടി ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഇനി എക്സ്ട്രാ എഡിറ്റിംഗ് ഒന്നുമില്ല, നമ്മുടെ പിക്സാർട്ടിലിട്ട് നേരത്തെ ചെയ്ത പോലെ. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരിയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ പ്രീസെറ്റും. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രീസെറ്റ് തന്നെ ആയിരിക്കില്ല നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ പിക്കിലും വരുന്ന ആ ഒരു കളർ ഗ്രേഡിങ്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് കൂട്ടിയും കുറച്ചൊക്കെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ഒന്നും ആവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പിക്കുകളൊക്കെ എടുത്തിരിക്കുന്നത് നമ്മുടെ പിക്സേബൈ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ആ സൈറ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കണം. നേരത്തെ ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫോട്ടോസൊക്കെ അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡൗൺലോഡ് ചെയ്യാം. അവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എല്ലാ പ്രീസെറ്റുകളുടെയും ഒന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഡൗട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡൗട്ട് വരാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ആ പ്രീസെറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ കോപ്പി പേസ്റ്റ് വേറെ വല്ല പിക്കിനായിരിക്കും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആ കറക്റ്റ് ഇത് തന്നെ അവിടെ വരുന്നില്ല. അപ്പോൾ നിങ്ങളേതായിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇത്തിരി ലൈറ്റ്റൂം യൂസ് ചെയ്യണം, ഇത് യൂസ് ചെയ്യാറുള്ള ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പിടി കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രീസെറ്റിന് പാസ്വേഡും അങ്ങനത്തെ ഫ്രീ പൈസയും അങ്ങനെയൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഞാൻ ഇത്ര നല്ല പ്രീസെറ്റൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു മടിയും വിചാരിക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പിക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൈറ്റിൻ്റെ ലിങ്കും ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതുപോലത്തെ പിക്കൊക്കെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പോലെ നിങ്ങൾ ആ ചുമന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോ. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.